എറണാകുളം കാക്കനാട് GST കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും മരണത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന്. സഹോദരിയുടെ ജോലി നഷ്ടമായതിന്റെ മനോവിഷമം കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. പരീക്ഷാക്രമക്കേട് കേസിൽ മരിച്ച ശാലിനിക്ക് CBI കോടതി സമൻസ് അയച്ചിരുന്നു എന്നും വിവരമുണ്ട്. മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും S. ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, ആ കൂട്ടാത്മഹത്യയുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പറയുന്നത് എന്താണ്? ഈ പരീക്ഷാക്രമക്കേട്, ജോലി നഷ്ടം, ഇതൊക്കെ തന്നെയാണോ ആത്മഹത്യയുടെ കാരണമായി പോലീസ് കണ്ടെത്തുന്നത്? ശ്യാം. ഹാഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിൽ പ്രാഥമികമായി കണ്ടെത്തുന്നത് ഈ മരിച്ച IRS ഉദ്യോഗസ്ഥന്റെ സഹോദരി ഉൾപ്പെട്ട ബാച്ച് പരീക്ഷ എഴുതുകയും ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ പരീക്ഷ എഴുതിയ എല്ലാവരെയും CBI ചോദ്യം ചെയ്യാനായിട്ട് വിവിധ ദിവസങ്ങളിലായി സമൻസ് അയച്ച് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ശാലിനിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരുന്നു. ഇതോടെയാണ് കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു ഈ കുടുംബം എന്ന് പറയുന്നത്. കാരണം ഈ പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടുകയും ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്യുകയും ചെയ്യുകയായിരുന്നു ശാലിനി. അതിനിടയിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് ലഭിക്കുന്നത്. ഇതോടെ ഈ കുടുംബം മാനസിക വിഷമത്തിലേക്ക് എത്തുകയും ആത്മഹത്യയിലേക്ക് പോയി എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഏതായാലും ഇവരുടെ മാതാവിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇവരുടെ സഹോദരി വിദേശത്താണുള്ളത്. അവരെത്തുന്നതുവരെ പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. CBIയിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ശാലിനിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ആരോപണ വിധേയയാണോ അല്ലെങ്കിൽ ഈ കേസിൽ പ്രതിയായിരുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ തേടും. നിലവിൽ പ്രതിയായിരുന്നു എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ തേടുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു മാനക്കേട് ഉണ്ടാകും എന്നുള്ളത് കരുതി ഈ കുടുംബം ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. S. ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യക്ക് കാരണം ഈ പറയുന്ന കോടതിയിൽ നിന്ന് വന്ന സമൻസും ജോലി നഷ്ടവും ഒക്കെ തന്നെയാണ്. പക്ഷേ അമ്മ എങ്ങനെ മരിച്ചു എന്ന കാര്യം ഇപ്പോഴും വ്യക്തതയില്ല. അത് പോസ്റ്റ്മോർട്ടത്തിലടക്കമാണ് അതിൽ വ്യക്തത ഉണ്ടാവേണ്ടത്.